ഇന്റലിജന്റായ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ ACCA ഇന്റഗ്രേറ്റഡ് BCom only from Indian Institute of Commerce, ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ്. ഇനി കിട്ടി, ഓൾറെഡി കിട്ടി, ഇനി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇനി വരുന്ന വഴിയെ കിട്ടും, കുറച്ചുകൂടെ കിട്ടും. അതെ, കൂടാതെ ഫിസിക്കലി ഏറ്റവും ഫിറ്റ് ആയത് ലുക്മാൻ ആണെന്നും പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. ലുക്മാന്റെ ഒരു ഫോട്ടോ കാണിച്ച് കൂട്ടത്തിൽ ഏറ്റവും ഫിറ്റ് ലുക്ക് ആണെന്നൊക്കെ പറഞ്ഞു. ലുക്ക് ഇതെന്ത് പറഞ്ഞു പറയിപ്പിക്കണ, പോടാ എടാ പോടാ. എങ്ങനെയാന്ന് വെച്ചപ്പോ ഒരു ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുന്ന തോന്നക്കൽ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കോച്ച്. ആക്ഷനില് താഴെ നിന്ന് കുമ്പിട്ട് വന്നിട്ട് മുകളിലേക്ക് വരിക, എന്നിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തുടങ്ങിക്കോട്ടോ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളല്ലേ എന്തെങ്കിലും മറ്റേ ഫ്ലാഷ്, മൊബൈൽ ഫ്ലാഷ് ഒക്കെ ഒന്ന് കത്തിച്ചാൽ നന്നായിരിക്കും. പഞ്ചൊക്കെ ആക്ച്വലി റിയൽ പഞ്ച് നമുക്ക് ആവശ്യമുള്ള ഷോട്ടിന് കറക്റ്റ് കോണ്ടാക്ട് വെച്ചിട്ട് തന്നെ നമ്മള് ഇടിക്കുന്നതും പഞ്ചസും എല്ലാം ഇടികിട്ടിയ അവസ്ഥ. അതെ അതെ അതെ, ഇടി കിട്ടി, ഓൾറെഡി കിട്ടി, ഇനി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇനി വരുന്ന വഴിയെ കിട്ടും, കുറച്ചുകൂടെ കിട്ടും. അതെ, കൂടാതെ ഫിസിക്കലി ഏറ്റവും ഫിറ്റ് ആയത് ലുക്മാൻ ആണെന്നും പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. ലുക്മാന്റെ ഒരു ഫോട്ടോ കാണിച്ച് കൂട്ടത്തിൽ ഏറ്റവും ഫിറ്റ് ലുക്ക് ആണെന്നൊക്കെ പറഞ്ഞു. ലുക്ക് ഇതെന്ത് പറഞ്ഞു പറയിപ്പിക്കണ, നിങ്ങളെ അങ്ങോട്ട് അല്ലല്ല. പറഞ്ഞ പോലെ ഭയങ്കര ഭീകര ട്രാൻസ്ഫോർമേഷൻ നടത്തിയേക്കുന്നത്. ഇതിനു മുമ്പും എല്ലാവരും ഗണുവിനും ഒക്കെ ഭയങ്കര മാറ്റമുണ്ട്. എല്ലാവരുടെയും ഫിസിക്കലി ഭയങ്കരമായിട്ട് എല്ലാവരും വിസിബിളി ചേഞ്ച് ഉണ്ട്. ഇത്രയും ദിവസം ഷൂട്ട് ചെയ്തതില് നിങ്ങൾക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പേഴ്സണലി തോന്നുന്ന ഒരു സീൻ ഏതായിരിക്കും? ഈ ബോക്സിംഗ് ഫൈറ്റ് ഷൂട്ട് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര, അത് ഇത്രയും നാൾ അതിനു വേണ്ടി ആണല്ലോ ഞങ്ങൾ ട്രെയിൻ ചെയ്തിരുന്നത്. അപ്പൊ അതെങ്ങനെ വരും എന്നുള്ളത് ഇൻഡോർ ആണോ അതോ ഇൻഡോർ? പിന്നെ ഓഫ്കോഴ്സ് ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് ഇപ്പൊ നമ്മൾ ഫൈറ്റിലേക്ക് കയറും. നിങ്ങളുടെ ഗ്യാങ്ങോ, നിങ്ങളുടെ ഗ്യാങ്ങിനെ പറ്റി എന്താ? അവരൊക്കെ ഇവിടെ അമ്മാരെ അടുത്ത് വിളിക്കാം. ഗ്യാങ് അടിപൊളിയാട്ടോ, എല്ലാവരും ഭയങ്കര എന്താ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പോടാ എടാ പോടാ. എല്ലാവരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ ഇത്രയും മാസം നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഷൂട്ടിന് മുമ്പ് ആണെങ്കിൽ തന്നെ ഇതിപ്പോ ഒരു 48 ദിവസം ഷൂട്ട് മാത്രമാണ്. അതിന് മുന്നത്തെ ഒരു 5 മാസത്തെ പീരീഡ് തന്നെ. അതെ, അതെല്ലാവരും തന്നെ അധികം ക്ലാസ്സസ് മിസ് ചെയ്തിട്ടുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു തിരക്കുകൾ വരുമ്പോ 1-2 ദിവസം ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ ഭൂരിഭാഗം ദിവസങ്ങളും ഞങ്ങൾ എല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുണ്ട്.
ഓരോ ഫൈറ്റിനും ഓരോ സ്റ്റൈൽ, ഓരോ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാം ഒരേപോലെ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന പോലല്ല, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും പരിപാടിയൊക്കെ കൊടുത്തിട്ട് ഓരോ ആൾക്കാരെ നമുക്ക് കാണിച്ചത് അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ത്രൂ ഔട്ട് ഒരു ഫൈറ്റ് പരിപാടി ചെയ്യുന്നത്. ലുക്കു തല്ലുമാലൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലൈഫ് സ്റ്റൈലും എല്ലാ പരിപാടിയും വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് ചെയ്ത ആളുണ്ട് നമ്മുടെ കോച്ച്, ജോഫേൽ എന്നാണ് പേര്. പുള്ളിയാണ് നമ്മളിത് ഒരു 4-5 മാസമായിട്ട് നമ്മൾ ബോക്സിങ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പുള്ളി ഈ ഫൈറ്റ് കൊറിയോഗ്രാഫിയിലും പുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളി നമ്മുടെ ഫസ്റ്റ് ഈ നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പരിപാടിയൊക്കെ വരുന്ന സമയത്തിൽ പുള്ളിയാണ് ഇതിൻ്റെ പരിപാടി. റഹ്മാനും ജിംഷിക്കും ഇവരും കൂടെയാണ്. ജോഫിൽ കോച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മള്. കാരണം നമ്മൾ ഇത്രയും മാസങ്ങളായിട്ട് ഞങ്ങളെയും ഫുൾ ടീമിനെ ബോക്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞങ്ങളെ അതിൻ്റെ പരിപാടികൾ പഠിപ്പിച്ച്, അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ പോസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാം. 3 months ഒരു ബോക്സർ ഒരു ഫൈറ്റിന് വേണ്ടി എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത്, ഇപ്പം അവരുടെ ട്രെയിനിങ് സിസ്റ്റം, അതായത് ഓരോ വാമപ്പ് മുതൽ ഒന്നും ഇങ്ങനെ ഒരു ഫിറ്റ്നസിന് വേണ്ടി അല്ല ഒരു കൊറിയോഗ്രഫിക്ക് വേണ്ടിയല്ല നമ്മൾ ട്രെയിൻ ചെയ്ത് ഇവരെ ഒരു ഫൈറ്റർ, ഒരു ബോക്സർ ഒരു കോമ്പറ്റീഷന് വേണ്ടി എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്യും. അപ്പം അങ്ങനെ ഒരു 3 months അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ കഥയുടെ ഇതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഒപ്പോണൻ്റ് ഓരോ റിയൽ ബോക്സേഴ്സിനെ ഒപ്പോണൻസ് ആക്കി വെച്ച് അതിൻ്റെ ഒരു കൊറിയോഗ്രഫി സ്ട്രക്ചർ നമ്മൾ വർക്ക് ചെയ്തു, ഒരു വർക്ക്ഷോപ്പ് പോലെ. ഈ ഡയറക്ടറിനും സിനിമാറ്റോഗ്രാഫറിനും ഈ ബോക്സിങ്ങിനെ പറ്റി അവരും റിയൽ ബോക്സേഴ്സ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഫ്ലുവൻ്റ് ആയിരുന്നു. കാര്യം റഹ്മാൻ, ജിംഷി ഇവർക്കെല്ലാം ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നല്ല നോളജാണ്. അതായത് എനിക്ക് എങ്ങനെയാണോ ഈ ടെക്നിക്സിനെ പറ്റി അറിയാവുന്നത് അതുപോലെ തന്നെ ഇവർക്കും അറിയാം. ഇവർക്ക് നേരത്തെ തൊട്ടേ അറിയാം. ഇവര് ബോക്സിംഗ് കാണുന്നവരോ വാച്ച് ചെയ്യുന്നവരോ അത് ഓൾറെഡി അപ്ഡേറ്റഡാ. അതായത് ഫുൾ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് പോലും അവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവർക്കും അറിയാം എന്താ വേണ്ടതെന്ന്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആ ബോക്സിംഗ് കൊറിയോഗ്രഫി. ഒരാൾ ഫൈറ്റ് ഡിസൈൻ ചെയ്യും, ഒരാൾ ഇങ്ങനെയാണ് ഇതിന്റെ പേസ് പോകുന്നതെന്ന് പറയും, ഒരാൾ ക്യാമറ. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് ആയിട്ട് അത് ശരിക്കും ഫുൾ ഓഫ് ചെയ്ത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബോക്സിംഗ് പീരീഡ് ആണ്. അങ്ങനെയല്ല, അതായത് ഇതിപ്പം എങ്ങനെയാന്ന് വെച്ചപ്പോ ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് തോന്നക്കൽ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കോച്ച്. ഇടി ഇപ്പോൾ സിനിമയിലുള്ള ഇടി പറഞ്ഞ ഒറിജിനൽ ഇടി, അതായത് കൊള്ളുന്ന കുറച്ച് മേക്ക് ബിലീഫും ഒക്കെ കലർത്തിയിട്ടാണല്ലോ. ഇതിന്റെ ട്രെയിനിങ് പരിപാടി എങ്ങനെയായിരുന്നു? ഇതിന്റെ ഫൈറ്റ്സിന്റെ ഡിസൈൻ ഇത് ഇങ്ങനെ ഒരു മേക്ക് ബിലീഫ് സാധനം അല്ല. പഞ്ച് ത്രോ ചെയ്തിരിക്കുന്ന എല്ലാ പഞ്ചും ആക്ച്വലി കണക്ട് ചെയ്തിട്ട് മുഖത്ത് കൊള്ളേണ്ടത് മുഖത്ത് കൊള്ളും, ബോഡിക്കിട്ട് കൊള്ളേണ്ടത് ബോഡിക്കിട്ടും കൊള്ളും. അല്ലാതെ ഇപ്പം റഹ്മാൻ ഇസ് നോട്ട് സമ്മൺ ഇപ്പം നമുക്കിങ്ങനെ ഒരു കള്ളത്തരത്തിൽ പരിപാടികളൊന്നും ഇല്ല ഇതിനകത്ത്, മനസ്സിലായി. അപ്പം ഇവരോട് പറഞ്ഞിരുന്നതും ഇപ്പം ഇവരെ ഫൈറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ 3-4 months ടൈമിൽ നമ്മൾ സ്പാറിംഗ് എന്ന് പറയും. അതായത് ആ ഫൈറ്റിൻ്റെ ട്രെയിനിങ്ങിനെ പറയുന്നതാണ് സ്പാറിംഗ്. നമ്മൾ ടെക്നീക്സ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇപ്പം അതിന് ഇപ്പം ഈ 8 പേരും 8 റിയൽ ബോക്സേഴ്സ്, ഞാൻ ഉൾപ്പെടെ 8 റിയൽ ബോക്സേഴ്സിന്റെ കൂടെ തന്നെയാണ് ഇവർ ഫൈറ്റ് ചെയ്ത് പഠിച്ചത്. അത് ശരിക്കും ഇടിയിട്ട് തന്നെ പഠിച്ചത്. എല്ലാവർക്കും ഇഞ്ചോർഡ് ആയ അവസ്ഥയൊന്നും വന്നില്ല. കാര്യം ഇവരുടെ ബോഡി കണ്ടീഷനിങ്ങും എല്ലാം നമ്മൾ ആ ലെവലിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. ആർക്കും ഇഞ്ചുറി കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ സ്പാറിങ് ഒക്കെ റിയൽ സ്പാറിങ് ആയിരുന്നു. അതായത് മറ്റേ ഇങ്ങനെ ഇവർ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നവരായതുകൊണ്ട് ഇങ്ങനെ അതൊന്നുമില്ല. എങ്ങനെയാണോ ബോക്സേഴ്സ് ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ ഫൈറ്റ് ട്രെയിനിങ്. അപ്പോൾ ഈ 3-4 months ഇവർ അങ്ങനെയും ട്രെയിൻഡാണ്. ഇതൊരു ഇങ്ങനെ തട്ടിക്കൂട്ട് സംഭവമല്ല, റിയൽ ബോക്സിംഗ് ജിമ്മും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫെസിലിറ്റീസ് എല്ലാം വേണ്ടിയിരുന്നതുകൊണ്ട് സ്പാർട്ടൻസ് മാർഷൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ ഉണ്ട് കാക്കനാട്. അവിടെ നമ്മൾ ട്രെയിനിങ് എല്ലാവർക്കും അവിടെ തന്നെ ആയിരുന്നു. അവിടെ തന്നെ ആയിരുന്നു. ഇപ്പം അവിടെ റിയൽ ബോക്സേഴ്സ് ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് ഫുൾ ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇവരുടെ ആ റിയൽ അറ്റ്മോസ്ഫിയർ, AC കംഫർട്ട് സോൺ ഒന്നും ഇല്ല, മനസ്സിലായില്ലെങ്കിൽ ആ റോ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു.
ബ്രേക്ക് ആണ്, പക്ഷെ നമുക്കൊരു ഡിസ്കഷൻ കൂടിയാണ്. പുതിയ ഏരിയ ആണ് ഫോർ ഫൈറ്റ്.